സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? രാവിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ചെയ്യുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് ആത്മീയമായി ബലപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് സമയത്തെ വൃഥാവാക്കി കളയരുത്. ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കൂ. ഈ ദിവസം ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് താൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിലേക്ക് വരുവാൻ ഇടയായി. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവരവനെ നിന്ദിക്കും, അവനെ പരിഹസിക്കും, അവനെ ക്രൂശിക്കും എന്ന് പറഞ്ഞതായ പ്രവചനവും നിറവേറാനിടയായി. പ്രവചനം അനുസരിച്ച് അതുപോലെ തന്നെ സംഭവിച്ചു. അവൻ 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈ വിഷയങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത്. ഈ ദിവസം കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസം നാം ക്രൂശ് മരണത്തെക്കുറിച്ച് അല്പമൊക്കെ ചിന്തിക്കുവാനായിട്ട് ഇടയായി. എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദോഷങ്ങൾക്ക് വേണ്ടി അവൻ കഷ്ടത അനുഭവിച്ചത്? ആ ഭാരമേറിയ കുരിശും താങ്ങി അവൻ കടന്നുപോയി. അവനെ ക്രൂശീകരിച്ചു. അവൻ്റെ കൈകാലുകളിൽ ആണി അടിച്ചിറക്കി. അവനെ ക്രൂശീകരിച്ചതായ സമയത്ത് എത്രത്തോളം വേദനയും എത്രത്തോളം കഷ്ടതയും അവൻ അനുഭവിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ശിക്ഷിക്കപ്പെട്ടത്. നമ്മുടെ ദോഷങ്ങൾക്ക് ക്രൂശ് മരണം അനുഭവിക്കുവാൻ ഇടയായത്. ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരമായിരുന്നു കർത്താവ് മരിച്ചത്. അവൻ മരിച്ച സമയത്ത് അന്ന് അനേകം ആളുകൾക്ക് അത്ഭുതം ഉണ്ടായി. എത്രയോ വലിയ ദൈവമായിരുന്നു. മരിച്ചവരെ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ചു. എത്രയോ രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. ഇവൻ ഇത്ര വേഗം മരിച്ചുപോയി എന്ന് പറഞ്ഞ പീലാത്തോസ് ഉൾപ്പെടെ അനേകം ആളുകൾ ദുഃഖിക്കുവാൻ ഇടയായി. എന്നാൽ യേശുക്രിസ്തു ചെയ്തതായ ക്രൂശിലെ യാഗം അത് പൂർണ്ണമായതുകൊണ്ട്, സമ്പൂർണമായതുകൊണ്ടാണ് കർത്താവ് നിവർത്തി ആയി എന്ന് പറഞ്ഞത്. അതിനുശേഷം അവൻ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് മരിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അവനെ ആർക്കും കൊല്ലുവാൻ കഴിയുകയില്ല. അവൻ തന്നെ അവൻ്റെ പ്രാണനെ ഏൽപ്പിച്ചതാണ്. നമുക്ക് വേണ്ടി പ്രാണനെ വിട്ടതാണ്. ക്രിസ്തു നാം അതിക്രമത്താലും പാപത്താലും ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയതാണ്. ആ സന്ധ്യാസമയത്ത് കാൽവരി ക്രൂശിൽ അവൻ മരിച്ചതായ സമയത്ത് സാധാരണ കുറ്റം ചെയ്തവരെ അങ്ങനെ വിടാറുണ്ട്. വലിയ വലിയ പക്ഷികളും വലിയ വലിയ കഴുകന്മാരുമൊക്കെ പറന്നു വന്നിട്ട് അവരുടെ ശവങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നേണ്ടതിന് അവിടെ അങ്ങനെ അവർ ഉപേക്ഷിച്ചിട്ട് പോകും. അങ്ങനെ വരികയും പോകുകയും ചെയ്യുന്നതായ ആളുകൾ അവരുടെ ശവം കണ്ടിട്ട് അതിനെ നിന്ദിക്കുകയും ഒക്കെ ചെയ്യാനിടയാകും. അതുമാത്രമല്ല, ആ കുറ്റവാളികളുടെ അടുക്കലേക്ക് ആരും തന്നെ പോവുകയില്ലായിരുന്നു. ഇന്ന് നോക്കുക, കൊറോണ ബാധിച്ച ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശവശരീരത്തിൻ്റെ അടുക്കൽ പോലും ആരും തൊടില്ല. ദൂരം പാലിച്ച് എല്ലാവരും നിൽക്കും. എന്നാൽ യേശുക്രിസ്തു മരിച്ചതായ സമയത്ത് അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാനായ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് കർത്താവിൻ്റെ ശവം ഏറ്റുവാങ്ങി. അന്നുവരെ രഹസ്യ ശിഷ്യനായിരുന്നു അയാൾ. അയാൾ ധനവാനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാൾ രഹസ്യമായി കർത്താവിനെ അനുഗമിച്ച വ്യക്തിയാണ്. കർത്താവിൻ്റെ ഉപദേശങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം മുൻപോട്ട് വന്ന് പരസ്യമായിട്ട് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ചില്ലായിരുന്നു. എന്നാൽ എപ്പോഴാണോ ആ ക്രൂശ് മരണം കാണുവാനിടയായത്, അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വലിയ മാറ്റമുണ്ടായി. ഇനിയും എന്തിനാണ് ഞാൻ മറഞ്ഞിരിക്കേണ്ടത് എന്ന് പറഞ്ഞ് പരസ്യമായി മുൻപോട്ട് വന്ന്, ഒരു തവണ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38-ാം വാക്യം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യൻ ആയിരുന്ന അരിമത്യയിലെ യോസെഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ 4 സുവിശേഷത്തിലും ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാനും കഴിയും. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 23-ന്റെ 50-ാം വാക്യത്തിലും അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസേഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലം അല്ലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അതു ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയിരുന്നതും
ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു എന്ന് നമുക്കിവിടെ വായിക്കുവാൻ കഴിയും. അതുപോലെ മർക്കോസിന്റെ സുവിശേഷം നോക്കിയാൽ 15-ാം അധ്യായം 43-ാമത്തെ വാക്യം, ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസേഫ് വന്നു ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അരിമത്യ യോസെഫിനെ കുറിച്ച് നമുക്കിങ്ങനെ കാണാൻ കഴിയും. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ എല്ലാം തന്നെ ഈ സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചില്ല എന്നും അങ്ങനെ തന്നെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നും ചില ആളുകൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കണമെന്ന് വ്യക്തമായി പറയുന്നത്. യേശു അന്ന് മരിച്ചുവെന്നവർ ഉറപ്പുവരുത്തിയതാണ്. യേശുവിൻ്റെ ശരീരത്തിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വെള്ളവും രക്തവും കൂടി വരുവാനിടയായി എന്ന് എഴുതിയിരിക്കുന്നു. അവൻ മരിച്ചു എന്ന കാര്യം മനസ്സിലാക്കിയതായ സമയത്ത് അപ്പോൾ വരെയും ശിഷ്യനായിരുന്നതായ ഒരു ധനവാനായ മനുഷ്യൻ, ഒരു വലിയ പദവിയിലിരിക്കുന്നതായ വ്യക്തി, വിശ്വാസമുള്ളതായ വ്യക്തി, അന്നത്തെ പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും ഉപദേശത്തെ അംഗീകരിക്കാത്ത മനുഷ്യൻ, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ളതായ വ്യക്തി ചെന്ന് പീലാത്തോസിന്റെ അടുക്കൽ പറഞ്ഞു, ആ ശരീരം എനിക്ക് നൽകുക എന്ന് പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് യേശുവിൻ്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കിയിട്ട് ആ ശരീരം ഒരു ശീലയിൽ പൊതിഞ്ഞിട്ട്, ആ കാലത്ത് മരിച്ചതായ വ്യക്തികളെ നമ്മൾ ബാൻഡേജ് കൊണ്ട് ശരീരം മുറിവുകളെ കെട്ടുന്നത് പോലെ അന്ന് സുഗന്ധദ്രവ്യങ്ങൾ വെച്ചിട്ട് ശരീരം നല്ലവണ്ണം ചുറ്റി സൂക്ഷിക്കുമായിരുന്നു, നല്ലവണ്ണം പൊതിഞ്ഞ് വയ്ക്കുമായിരുന്നു. തനിക്ക് വേണ്ടി നിർമ്മിച്ചതായ ഒരു കല്ലറ. യോസേഫ് ഒരു ധനവാനായ മനുഷ്യനായിരുന്നു. ആ കാലത്ത് ധനവാന്മാർ തങ്ങളുടെ കല്ലറകളെപ്പോലും വാങ്ങുമായിരുന്നു. പാറസ്ഥലങ്ങളിൽ അവർ പാറ കുഴിച്ച് അവരുടേതായ കല്ലറകൾ അവർ വെട്ടിയെടുക്കുമായിരുന്നു. അതുപോലെ ഈ അരിമത്യക്കാരനായ യോസേഫ് തനിക്കുണ്ടായിരുന്നതായ ഒരു തോട്ടത്തിൽ ഒരു കല്ലറ നിർമ്മിക്കുവാൻ ഇടയായി. തൻ്റെ ഗാർഡനിൽ ഒരു കല്ലറ ഉണ്ടാക്കി വയ്ക്കാനിടയായി. എന്നാൽ എപ്പോഴാണോ യേശുക്രിസ്തു മരിച്ചു എന്ന വിഷയം തിരിച്ചറിഞ്ഞത്, അപ്പോൾ തന്നെ അവൻ എൻ്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ആ തോട്ടത്തിലുള്ള കല്ലറയിൽ കൊണ്ടുവച്ചു. കല്ലറ വാതിൽക്കൽ വലിയ ഒരു കല്ലും ഉരുട്ടിവെച്ചു. ആ സമയത്ത് മറ്റൊരു വ്യക്തി, യേശു മരിച്ചതിന് ശേഷം മറഞ്ഞിരുന്നതായ അനേകം ആളുകളും വെളിപ്പെട്ടു വരുവാനായിട്ട് തുടങ്ങി. ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നതായിട്ട് കാണാം. യേശുവിൻ്റെ കൂടെ നിന്നതായ ശിഷ്യന്മാർ പോലും അവനെ വിട്ട് അവസാനം ഓടിപ്പോയപ്പോൾ അന്നുവരെയും രഹസ്യത്തിൽ വിശ്വാസികളായിരുന്നതായ ആളുകൾ കർത്താവിൻ്റെ മരണശേഷം വെളിയിൽ വരുന്നതായിട്ട് കാണുവാൻ കഴിയും. അരിമത്യ യോസെഫ് അതിലൊരാളാണ്. അതുപോലെ നിക്കോദിമോസ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യം, ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടം കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടും കൂടെ ശീല പൊതിഞ്ഞ് കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവൻ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വച്ചു എന്ന് കാണുന്നു. ആ ഒന്നാമത്തെ രാത്രിയിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചതായി നിക്കോദിമോസ് ഇപ്പോൾ വെളിയിലേക്ക് വന്നു. താൻ വിലയേറിയതായിട്ടുള്ള സുഗന്ധദ്രവ്യം കൊണ്ടുവരാനിടയായി, മൂറ് കൊണ്ടുവരുവാനിടയായി. അവർ രണ്ടുപേരും ചേർന്ന് യേശുവിൻ്റെ ശരീരത്തെ അടക്കം ചെയ്തു. അവൻ മരിച്ചു എന്നുള്ളതായ വിഷയം ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. അവൻ്റെ ശരീരം ശീലയിൽ പൊതിഞ്ഞുകെട്ടി സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് പൊതിഞ്ഞ് അവനെ കല്ലറയിൽ വെച്ചു. ആ കല്ലറയുടെ വാതിൽക്കലിൽ വളരെ ഭാരമുള്ളതായ ഒരു കല്ല് ഉരുട്ടിവെച്ച് അത് അടയ്ക്കുവാനിടയായി. ഈ സമയത്ത് യഹൂദന്മാർ ആ വിഷയം അറിഞ്ഞിട്ട് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യേശുവിൻ്റെ ശരീരം അവൻ്റെ ശിഷ്യന്മാർ എടുത്തുകൊണ്ടു പോകാനിടയാകും, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റതാണെന്ന് പറയും. അവൻ ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അവർ അതിനുവേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യും. വേണമെങ്കിൽ അവർ മനഃപൂർവ്വം യേശുവിൻ്റെ ശരീരത്തെ കവർ ചെയ്ത് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുവാൻ ഇടയാകും. എങ്ങനെ ഇത് തടയുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് പറഞ്ഞു,
കാവൽക്കാരുണ്ടല്ലോ, നിങ്ങൾ ആവശ്യത്തിന് കാവൽക്കാരെ വിളിച്ചുകൊള്ളൂ എന്നവർക്ക് അനുവാദം കൊടുത്തപ്പോൾ അവർ റോമൻ സൈനികരെ വിളിച്ച് കാവലാക്കുകയും ആ കല്ലറയെ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് റോമൻ മുദ്ര വയ്ക്കുവാനും ഇടയായി. ആ മുദ്ര ആരും പൊട്ടിക്കുവാൻ പാടില്ല. അവൻ കല്ലറയിൽ നിന്നും വെളിയിൽ വരാതിരിക്കുവാൻ, ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റാലും വെളിയിലേക്ക് വരാതിരിക്കുവാൻ തക്കവണ്ണം ശക്തമായ ചങ്ങലകൾ കൊണ്ട് അതിൻ്റെ വാതിലെല്ലാം ബന്ധിക്കുവാൻ ഇടയായി. അതിനുശേഷം അവിടെ വലിയ കല്ലുരുട്ടി വെച്ച് അവർ അവിടെ കാവലിരിക്കുകയും ചെയ്തു. മരണത്തെ ജയിച്ചതായ കർത്താവിന് റോമന്റെ മുദ്ര വലിയ കാര്യമാണോ? സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവത്തിന് പാറക്കല്ലൊരു തടസ്സമാണോ? വലിയ കാര്യമാണോ? മരണത്തെ ജയിച്ചതായ യേശുക്രിസ്തുവിനെ തടയുവാൻ ആർക്കും സാധ്യമല്ല. ആ വെള്ളിയാഴ്ച വൈകുന്നേരം അവനെ കല്ലറയിൽ കൊണ്ടുവച്ചിട്ട് ആളുകൾ പിരിഞ്ഞുപോയി. ശനിയാഴ്ച പ്രഭാതമായി. പട്ടണം മുഴുവനും ദുഃഖത്തിൽ ആർന്നിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. ഇവൻ രക്ഷകനായ ദൈവമായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് എന്താണ് മരിച്ചത്? അത്ഭുതമായിട്ട് മരണത്തിൽ നിന്ന് വിടിവിക്കപ്പെടുമെന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഇങ്ങനെ സംഭവിച്ചു. ഇനി ഞങ്ങളുടെ ഗതി എന്തായിത്തീരും? ഞങ്ങൾക്കുള്ള ആശ്രയം എന്താണ് എന്ന് പറഞ്ഞ് എല്ലാവരും നിരാശപ്പെട്ടിരിക്കുന്നതായ സമയം, പ്രത്യേകിച്ച് ശിഷ്യന്മാർ, ഞങ്ങളെല്ലാം വിട്ട് യേശുവിനെ പിന്തുടർന്നല്ലോ, ഞങ്ങളെ വിട്ടിട്ട് പോയിക്കളഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? എവിടെ നോക്കിയാലും എതിർപ്പുകൾ മാത്രം. അങ്ങനെ ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നു. ഇനിയും മറ്റൊരു ഭയമാണ്, ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്നറിഞ്ഞാൽ ഞങ്ങളെയും ക്രൂശിൽ കയറ്റുമോ? ഞങ്ങളെയും അവർ പിടിച്ച് തുറുങ്കിലടയ്ക്കുമോ അതോ ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെട്ട് മുറിക്കുള്ളിൽ കയറി വാതിലടച്ചിരിക്കാനിടയായി. അപ്പോൾ യൂദാ ഇസ്കരിയോത്തും തൂങ്ങി മരിക്കുവാനിടയായിരുന്നു. എത്ര ദുഃഖകരമാണ്! ആ കർത്താവിന് കൂടെ നടന്ന് തിന്ന് കുടിച്ച് അനേക രീതിയിൽ ആ കർത്താവിൻ്റെ സ്നേഹവും ആ കർത്താവിൻ്റെ ശുശ്രൂഷയും എല്ലാം അനുഭവിച്ചു. അവസാനം 30 വെള്ളിക്കാശിന് ആ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. താൻ ചെയ്ത തെറ്റവൻ മനസ്സിലാക്കാനിടയായി. അവൻ പശ്ചാത്തപിച്ചു. അവൻ ആ പണം എടുത്തെറിഞ്ഞു. കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ, 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ക്ഷമ കാണിച്ച കർത്താവ് യൂദാ ഇസ്കരിയോത്തിനോടും ക്ഷമിക്കുമായിരുന്നു. എന്നാൽ അവൻ്റെ അടുക്കലേക്ക് പോകാതെ ചെന്നിട്ട് തൂങ്ങി മരിക്കുവാനിടയായി. യേശുക്രിസ്തു മരിക്കുന്നതിന് മുൻപ് തന്നെ, ആ രാത്രിയിൽ തന്നെ യൂദാ ഇസ്കരിയോത്ത് തൂങ്ങി മരിച്ചു എന്ന് ബൈബിളിൽ കാണുന്നു. മറ്റൊരിടത്ത് അവൻ തലകീഴായി വീണിട്ട് അവൻ്റെ കുടലെല്ലാം തെറിച്ചുപോയി എന്നും കാണുന്നു. ചിലർ പറയും ബൈബിളിൽ തെറ്റുകൾ കാണുന്നുണ്ട് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഓരോരോ കോണുകളിൽ ആ സത്യം മനസ്സിലാക്കി തരികയാണ്. സാധാരണ പട്ടണത്തിന് വെളിയിൽ ചില സ്ഥലങ്ങളുണ്ട്, മരങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു സ്ഥലമാണത്. ആ സ്ഥലത്തേക്ക് ചില ആളുകൾ കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെയുള്ള വൃക്ഷത്തലപ്പുകളിൽ തൂങ്ങി മരിക്കാനിടയുണ്ട്. അവിടെ ചില വള്ളികൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. അഴുകി തുടങ്ങിയതായ പഴയ വള്ളികൾ അവിടെ കാണുവാൻ കഴിയും. ഒരുപക്ഷെ യൂദാ ഇസ്കരിയോത്ത് അങ്ങനെയുള്ളതായ ഒരു വള്ളിയിലായിരിക്കും അന്ന് തൂങ്ങി മരിക്കുവാൻ ശ്രമിച്ചത്. അവൻ്റെ ഭാരം താങ്ങുവാൻ കഴിയാതെ ആ വള്ളി പൊട്ടിപ്പോവുകയും അവൻ താഴെ വീണ് ആഴത്തിലേക്ക് വീണ് അവൻ തലകീഴായി വീണ് കുടലൊക്കെ തെറിച്ചു പോവുകയും ചെയ്തതാവാം. സ്നേഹമുള്ളവനായ കർത്താവ് ക്ഷമിക്കുവാൻ ഒരുക്കമായിരിക്കുമ്പോഴും അനേകർ അവൻ്റെ അടുക്കൽ വരാതെ ഓടിപ്പോകുന്നത് ഇന്നും കാണുന്നുണ്ട്. നീ എത്ര വലിയ പാപിയാണെങ്കിലും എത്ര വലിയ ദ്രോഹിയാണെങ്കിലും ആ കർത്താവ് നിന്നോട് ക്ഷമിക്കുവാൻ ഒരുക്കമുള്ളവനാണ്. നീ സ്വയം മരിക്കുന്നതും മറ്റുള്ളവരെ കൊല്ലുന്നതിന് തുല്യമാണ്. ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കുലപാതകം ചെയ്യുന്ന വ്യക്തികളാണ്. ഒരിക്കലും അങ്ങനെയുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. ജീവിതത്തിൽ നീ കർത്താവിനെ ദുഃഖിപ്പിച്ചാലും ജീവിതത്തിൽ പാപത്തിന് നീ ഇടം കൊടുത്താലും കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ് ഉത്തമം. അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? യൂദാ ഇസ്കരിയോത്ത് തൂങ്ങി മരിക്കാനിടയായി. ശിഷ്യന്മാരെല്ലാം ഭയന്ന് വിറച്ച് മുറിയിൽ കയറിയിരിക്കുന്നു. പട്ടണക്കാർ മുഴുവനും ദുഃഖത്താൽ നിറഞ്ഞ് മൗനമായിരിക്കുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് എന്താണ് നമ്മുടെ അവസ്ഥ, നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായ ചിന്തയിൽ ആയിരിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലായിരുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ ഉപദ്രവിച്ച് കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന കാര്യം വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരുന്നു.
അത് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ അക്കാലത്തുണ്ടായിരുന്ന ചില സ്ത്രീകൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവനെ അടക്കുന്ന സമയത്ത് എവിടെയാണ് അടക്കുന്നത് എന്ന് ദൂരത്ത് നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കി. പിന്നീടവർ ഞായറാഴ്ച അതികാലത്തു തന്നെ ആ സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് അവർ കല്ലറയ്ക്കലേക്ക് ഓടിപ്പോയി എന്ന് ബൈബിളിൽ കാണുവാൻ കഴിയും. പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തു സത്യദൈവമാകുന്നു എന്നും ഈ ലോകത്തിൽ ജനിച്ച് ഇവിടെ തന്നെ ജീവിച്ചു എന്നും അതുമാത്രമല്ല നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ശിക്ഷ ഏറ്റുവാങ്ങി കാൽവറിയിൽ മരിച്ചുവെന്നും വിശ്വസിക്കുന്നുണ്ടോ? മരിച്ചു എന്നുള്ളതായ കാര്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം നിങ്ങൾ വിശ്വസിക്കാനിടയാകും. മരണത്തിന്റെ അധികാരിയായിരുന്നതായ പിശാചിനെ അവൻ മരണത്താൽ ജയിച്ച് ക്രൂശിന്മേൽ തന്റെ ജയത്തെ കൊണ്ടാടുകയും ചെയ്തു. അവന്റെ മരണം അനേകം ആളുകൾക്ക് ധൈര്യം കൊണ്ടുവന്നു, ഉണർവ് കൊണ്ടുവരാനിടയായി, വിശ്വാസം കൊണ്ടുവന്നു. ഇവിടെ നാം നോക്കുന്ന സമയത്ത് അപ്പോൾ വരെ മറഞ്ഞിരുന്നതായ യോസേഫും അപ്പോൾ വരെ മറഞ്ഞിരുന്ന നിക്കോദിമോസും ധൈര്യത്തോടുകൂടി മുൻപോട്ട് വന്ന് ആ അടക്ക ശുശ്രൂഷയെ നടത്താനിടയായി. എന്നാൽ ആ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ട് മുറികളിൽ കയറി കതകടച്ച് ഇരിക്കുകയായിരുന്നു. എന്നാൽ സ്ത്രീകൾ, മറിയയും മഗ്ദലക്കാരത്തി മറിയയും ശലോമിയും അങ്ങനെ ചില സ്ത്രീകളും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കല്ലറയുടെ അരികിലേക്ക് പോകാനിടയായി. അവരവിടെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അവർ അകത്തേക്ക് ചെന്നതായ സമയത്ത് ഒരു ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ജീവനുള്ളവനെ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ യേശുക്രിസ്തു ജീവനുള്ളവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്, വേഗത്തിൽ വരാൻ പോകുന്നവനാണ്. അവൻ്റെ പുനരുദ്ധാന ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസം, അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന വിഷയത്തിന് അനേകം തെളിവുകളുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഈ ദിവസം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന വിഷയം ഹൃദയത്തിൽ നമുക്ക് ഗ്രഹിക്കാം. അന്ന് അരിമത്യ യോസെഫും നിക്കോദിമോസും കർത്താവിനു വേണ്ടി സമർപ്പണത്തോടെ വന്നതുപോലെ ഈ കർത്താവിനെ സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഞാനും വരുമെന്ന് തീരുമാനമെടുക്കാം. എന്തെല്ലാം കഷ്ടത വന്നാലും നഷ്ടം വന്നാലും അവൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുമെന്ന് ഉറച്ച ഒരു തീരുമാനമെടുക്കാം. ഈ അന്ത്യകാലത്ത് ക്രൂശിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് ഭോഷത്വമായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെടുന്നതായ നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രൂശിൽ ചെയ്തതായ യാഗം കാരണം പിശാചിന്റെ തല തകർക്കപ്പെട്ടു. ലോകാധികാരിയായിരുന്ന പിശാച് തോറ്റുപോയി. സർവാധികാരിയായിരുന്നതായ കർത്താവ് ജയിച്ചു. ഈ കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കൂ. അവൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് നിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നീ ഈ ലോകത്തിലേക്ക് വന്നുവെന്നുള്ളതും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതും സത്യമാണെന്നും വീണ്ടും കല്ലറയിൽ നിന്ന് 3-ാം ദിവസം മരണത്തെ ജയിച്ച് എഴുന്നേറ്റു എന്നതും വാസ്തവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. സ്വർഗാരോഹണം ചെയ്തതായ നീ വേഗത്തിൽ വരാൻ പോകുന്നു എന്നുള്ള സത്യവും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ വരവിൻ്റെ സമയത്ത് ആരും തന്നെ നഷ്ടപ്പെടുവാനിടയാകാതെ, ആരും തന്നെ തള്ളപ്പെട്ടു പോകുവാനിടയാകാതെ നിന്റെ രാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണമേ. ഈ സമയത്ത് അങ്ങയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജീവനുള്ളവനാണ്. മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും ലേഖനങ്ങൾ, ആ സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുക. അവന്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ദിവസം മറ്റൊരു പ്രഭാതത്തിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് വാസ്തവമായിരുന്നുവെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിക്കാം, നമുക്ക് പഠിക്കാം. നാം സേവിക്കുന്നതായ കർത്താവ് ജീവിക്കുന്ന കർത്താവാണെന്നും നാം ആരാധിക്കുന്ന ദൈവം അത്ഭുതവാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണുകൊണ്ട് അവനെ ആരാധിക്കാം. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭാവനയും സഹായങ്ങളും അയച്ചു തന്ന ഇതിൽ ഭാഗവക്കായി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നിങ്ങളും പ്രാപിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അപ്പോൾ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. കർത്താവിന്റെ ഹിതമകൾ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ